ദൈവനാമത്തിന് പിന്നെയും മഹത്വം അർപ്പിക്കുന്നു. I give once again all glory to God. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നിങ്ങളോടൊപ്പം ലഭിച്ച ആത്മീയ കൂട്ടായ്മയ്ക്കും സന്തോഷത്തിനും എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. സഭയോടും കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. I give glory to God for the spiritual fellowship and the hospitality I have received from all of you, and I even extend my gratitude to the assembly over here. കഴിഞ്ഞ 2 ആഴ്ചയോളമായി UAE പലയിടങ്ങളിലായിട്ട് വിവിധ ശുശ്രൂഷകളിൽ ഏർപ്പെടുവാൻ കർത്താവ് സഹായിക്കുന്നു. Around 2 weeks I have been able to participate in various ministries across UAE. ഇന്ന് ഉച്ചയോടെ ഇവിടുന്ന് ഫുജറയിലേക്ക് പോകുന്നു. അടുത്ത ഒരാഴ്ച കൂടെ ഈ പ്രദേശങ്ങളിലുണ്ട്. പ്രത്യേകം ശുശ്രൂഷകളുടെ അനുഗ്രഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. By afternoon I travel to Fujairah, then I am here in the vicinity for another week, and then I am leaving from here. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 2-ാം അധ്യായത്തിൻ്റെ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കാം. For our time of study today this morning, 1 Peter 1 verse 23 to chapter 2 verse 5 we are looking at. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയുമാകുന്നു. പുല്ല് വാടി പൂ ഉതിർന്നുപോയി, കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. From verse 23 onwards in English, having been begotten again, not of corruptible seed, but of incorruptible, through the word of God, which liveth and abideth, for all flesh is as grass, and all the glory thereof as the flower of grass. The grass withereth, and the flower faileth, but the word of the Lord abideth forever. And this is the word of good tidings, which was preached unto you. Chapter 2, verse 1 to 5. Putting away therefore all wickedness and all guile and hypocrisies and envies and all evil speakings, as newborn babies long for the spiritual milk, which is without guile, that ye may grow thereby unto salvation. If you have tasted that the Lord is gracious, unto whom coming a living stone, rejected indeed of men, but with God elect precious. You also as living stones are built up a spiritual house to be a holy priesthood, to offer up spiritual sacrifices acceptable to God through Jesus Christ. ദൈവവചനത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ആത്മീക വളർച്ച എന്ന് പറയുന്നത്. One of the important subjects in the scriptures is about our spiritual growth. ആത്മീക വളർച്ചയെ ഓർപ്പിക്കുന്ന അനേക വാക്യങ്ങൾ ദൈവസഭയോട് ബന്ധപ്പെട്ട് ദൈവവചനത്തിൽ പ്രത്യേകിച്ച് പുതിയ നിയമ ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. In connection with the subject of spiritual growth, there are many chapters in the scriptures that escalate this to our attention. നാം സഭകളിൽ ചെയ്യുന്ന വിവിധ ശുശ്രൂഷകൾ, വിശേഷാൽ വചന പഠനമാകട്ടെ വചന ശുശ്രൂഷകളാകട്ടെ, ദൈവജനത്തിൻ്റെ ആത്മീക വളർച്ചയെ ലക്ഷ്യമാക്കിയുള്ള ശുശ്രൂഷകളാണ്. The goal of spiritual growth is also what we do in our assembly life, that is even to study the word of God together. പത്രോസ് എഴുതിയ 2 ലേഖനങ്ങളാണ് ദൈവവചനത്തിൽ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. God has graced us with 2 epistles of Peter. ഈ 2 ലേഖനങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നതും ആത്മീക വളർച്ച എന്നുള്ളതാണ്. Even in these 2 epistles we see one of the most important subject is spiritual growth. മറ്റു പല വിഷയങ്ങളും പത്രോസ് ഈ 2 ലേഖനങ്ങളിലായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. There are other subjects that Peter is highlighting about this. എന്നാൽ ഏറ്റവും പ്രധാന വിഷയം ആത്മീകമായി വളരണം എന്നുള്ളതാണ്. But the most important is how you should grow spiritually. നമുക്കറിയാം, സാധാരണ ഒരു ലേഖനം ഒരു വ്യക്തി എഴുതുകയാണെങ്കിൽ, normally if someone writes a letter, അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒരു സന്ദേശം ഒരാൾ പറയുകയാണെങ്കിൽ, or if someone has to preach about something, ആ പ്രസംഗത്തിൻ്റെയോ ലേഖനത്തിൻ്റെയോ പ്രധാന വിഷയം എന്താണെന്നുള്ളത് അതിൻ്റെ ഒടുവിലത്തെ ഒരു അല്പസമയം ഒന്ന് എടുത്ത് സൂചിപ്പിക്കും. The person who is writing or speaking, he will escalate that in summary or again repeat it at the end of the message over there. ആ ഭാഗത്തെ നമ്മൾ സാധാരണ പറയുന്നത്
ഉപസംഹാരം അഥവാ കൺക്ലൂഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. In other words, it is the summary or conclusion towards the end. ആ ഉപസംഹാര സമയത്ത് 3-4 പോയിന്റുകൾ വിശദീകരിച്ചതെങ്കിൽ ആ പോയിന്റുകൾ ഒന്നുകൂടെ ഒന്ന് എടുത്തു പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. How does the letter or the message go? The person reiterates or emphasizes with those 4 points and concludes it. അപ്പോൾ ആ ഉപസംഹാരം കേട്ടാൽ മതി എന്തായിരുന്നു പ്രസംഗ വിഷയമെന്ന് നമുക്ക് മനസ്സിലാകും. So if one person hears only the summary, the person can understand the gravity of the entire message. പത്രോസ് എഴുതിയ 2 ലേഖനങ്ങളിലെ പ്രധാന വിഷയം എന്താണെന്ന് മനസ്സിലാക്കാനും പത്രോസിന്റെ ലേഖനത്തിന്റെ കൺക്ലൂഷൻ നോക്കിയാൽ മതി. What Peter is writing over here or describing to us, we all do not need to read the entire thing. We can only look at the summary and then understand it over there towards the end of the epistle. രണ്ടാമത്തെ ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യമാണ് ഏറ്റവും ഒടുവിലത്തെ വാക്യം. അതാണ് തന്റെ ലേഖനങ്ങളുടെ കൺക്ലൂഷൻ. In chapter 2, so 2 Peter chapter 3 and verse 18, there we see the most important message over here. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. Grow in the grace and knowledge of our Lord and Savior Jesus Christ. ആ ആശയത്തെ ഓർപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് നാം ഇപ്പോൾ ഇവിടെ വായിച്ച 2-ാം അധ്യായം ഉൾപ്പെടുന്ന ആ വേദഭാഗം. It is to remember the same exact thought we are again looking at in the entire epistles over here. 2-ാമത്തെ അധ്യായത്തിൽ രക്ഷയ്ക്കായി വളരണം എന്ന ഒരു നിർദ്ദേശം നൽകുന്നുണ്ട്. In chapter 2 we understand how you should grow in connection with your spiritual salvation. അത് ആത്മീയ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. There we are describing or hearing about salvation over there. ആ ആത്മീയ വളർച്ചയോട് ബന്ധപ്പെട്ട ഒരു 4 ആശയങ്ങളാണ് നമ്മുടെ സമയപരിധിക്കുള്ളിൽ ഞാൻ ആ വേദഭാഗത്തിലൂടെ ഓർപ്പിക്കുന്നത്. There we are hearing about spiritual growth, and in connection with this subject I would escalate 4 things and then conclude over here. ഞാൻ പ്രാരംഭത്തിൽ തന്നെ ഒരു 4 പദങ്ങൾ അവിടെ നിന്ന് ഒന്നെടുത്ത് ഓർപ്പിക്കാം. I would like to raise 4 descriptions or terminologies over here. നാം വായിച്ച 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. In chapter 1 verse 23 there we read the first thing. കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. Not of corruptible seed but incorruptible through the word of God which liveth and abideth, you have been born again. അവിടെ ഒരു ജനനത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. There we hear about a birth over here. നമുക്കറിയാം ആ ജനനത്തെ അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വീണ്ടും ജനനം എന്നാണ്. There we are described over here about this birth is born again over here. അത് നാം ഈ ഭൂമിയിലേക്ക് ജനിച്ച ആ ജനനത്തെ കുറിച്ചല്ല. It is not about the physical first birth on this earth. അത് ആത്മീയ ജനനത്തെ കുറിച്ചാണ് പറയുന്നത്. It is talking about the spiritual rebirth over here. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലും യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലും ഈ ആശയം അല്പം കൂടെ വിശദീകരിക്കുന്നുണ്ട്. It is more elaborated in John's Gospel chapter 1 and chapter 3. അതേക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല പുരുഷന്റെ ഇഷ്ടത്താലല്ല ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്, ആത്മാവിനാലത്രേ ജനിച്ചത്. It is not by the desire of man or a desire of flesh over there, it is by God that birth has happened over there. അപ്പൊ അതിനെ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു ആത്മീക ജനനം. Oh, so the first terminology for your attention, let me say, it is spiritual birth over here. രണ്ടാമത്തേത് 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നു. The second terminology for your attention is in the chapter 1 Peter 2 verse 2. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ. As newborn babies longing for the spiritual growth over here. രണ്ടാമത്തെ പദം ആത്മീക വളർച്ച എന്നുള്ളതാണ്. There we see the second terminology, spiritual growth. മൂന്നാമത്തേത് 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. The third terminology we read in 2 verse 5 of 1 Peter. നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി. You also as living stones are built up a spiritual house. അതാണ് മൂന്നാമത്തെ പദം, ആത്മീക ഗൃഹം. The third terminology, spiritual house. അതേ വാക്യത്തിൽ 4-ാമത്തെ പദവും നാം വായിക്കുന്നു. The fourth terminology for your attention in the same verse we read. ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്കവണ്ണം. To offer up spiritual sacrifices acceptable to ആ God. 4 വാക്കുകൾ അത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന 4 വാക്കുകളാണ്. These 4 terminologies are connected to each other. ഞാനത് ഒന്നുകൂടെ എടുത്തു പറഞ്ഞ് അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പ്രവേശിക്കാം. I would like to tell once again and elaborate over here. ഒന്ന് ആത്മീക ജനനം എന്നുള്ളതാണ്. One is the spiritual birth. 2 ആത്മീക വളർച്ച എന്നുള്ളതാണ്. Second is the spiritual growth. 3 ആത്മീക ഗൃഹം എന്നതാണ്. Thirdly, it is the spiritual house. 4 ആത്മീക യാഗം എന്നതാണ്. Fourthly, it is the spiritual sacrifice. ഇത് 4
ആത്മീയ വളർച്ച എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ചുള്ള ചില പദപ്രയോഗങ്ങളാണ്. These four terminologies are centered towards the subject spiritual growth. ഈ വേദഭാഗത്ത് അത് രേഖപ്പെടുത്തിയിരിക്കുന്ന ക്രമം തന്നെ പരസ്പരം ഇത് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സത്യത്തെ വെളിപ്പെടുത്തുകയാണ്. This is again explaining to a truth, and that is why this is mentioned in order over here, and we need to pay attention here. അതിൽ ഒന്നാമത്തേത് ആത്മീയ ജനനം. Firstly, spiritual birth. ഇവിടെ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളും ആത്മീയമായി ജനിച്ചവരാണ്. Everyone seated in this hall over here, you all are born again children of ആ God. ജനനത്തിന് നമ്മെ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദൈവവചനം എന്ന് പറയുന്നത്. And for that spiritual birth of to be born again, one of the most important thing that helped us was the word of God. ഒന്നാം അധ്യായം 23 വാക്യം അത് പറയുന്നുണ്ട്. And that is what we read in 1 verse 23. എങ്ങനെയാ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്? How did you be born again? കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. You are born again not of corruptible seed but of incorruptible through the word of God which liveth and abideth. നാം യാക്കോബിന്റെ ലേഖനത്തിലും ഇതേ ആശയം വായിക്കുന്നുണ്ട്. There we read in the book of James the same explanation. ഒന്നാം അധ്യായത്തിന്റെ 18 വാക്യം. Chapter 1 and verse 18. അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. Of his own will he brought us forth by the word of truth, that we should be a kind of first fruits of his creatures. അപ്പൊ നാം ദൈവമക്കളായത് ആത്മീയമായി ജനിച്ചത് ദൈവവചനത്താലാണെന്ന് ആ വേദഭാഗം വ്യക്തമാക്കുകയാണ്. This word of God, the scripture emphasizes over here, we are born again by the word of God. ആ ദൈവവചനത്തിന്റെയും ചില പ്രത്യേകത ഇവിടെ പറയുന്നുണ്ട്. There's even a more speciality of the word of God is described, അത് ജീവനുള്ളതാണ്, and it is the living word, അത് നിലനിൽക്കുന്നതാണ്, it is the sustaining or abiding word. ബാക്കിയെല്ലാം മാറിപ്പോകും, ഉതിർന്നു പോകും എന്നാണ് ഇവിടെ പറയുന്നത്. Everything will perish away, that is what it said. നമ്മെ ജനിപ്പിച്ച ആ ദൈവത്തിന്റെ വചനം ഇന്നും നിലനിൽക്കുന്ന വചനമാണ്. Everything will perish away, but the word of God liveth and abideth over here. നാം ജനിച്ചവർ എന്ന് പറയുമ്പോൾ രണ്ടു വിധത്തിൽ ജനിച്ചവരാണെന്ന് വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. When we say we are born over here, there are two things about birth mentioned in the scriptures. ഈ വേദഭാഗം ഉൾപ്പെടെ യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായം ഒക്കെ പറയുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ച് ദൈവത്തിന്റെ മക്കളായി എന്നാണ്. Including this portion, including from John, we understand being born from God, we understand over here. എന്നാൽ അതേ സമയത്ത് But നാം ദൈവത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട് അല്ലെങ്കിൽ ത്രൂ അഡോപ്ഷൻ അങ്ങനെയും നാം ദൈവത്തിന്റെ മക്കളാണ്. again, we have to understand another area which is emphasizing to us we are the adopted children of God. ഗലാത്യ ലേഖനവും എഫെസ്യ ലേഖനവും ഈ ആശയം പഠിപ്പിക്കുന്നുണ്ട്. From the epistle of Galatians and Ephesians, we see the subject of adoption. നാം രണ്ടു വിധത്തിൽ ദൈവമക്കൾ എന്നുള്ള പദവി അനുഭവിക്കുന്നവരാ. And connection with understanding being children of God, we have two areas we ഒന്ന്, understand. ദൈവത്തിൽ നിന്ന് ജനിച്ചു ദൈവത്തിന്റെ മക്കളാണ്. One is being born of God, and we have that privilege. രണ്ട്, നാം ദത്തെടുക്കപ്പെട്ടവര് അങ്ങനെയും ദൈവത്തിന്റെ മക്കളാണ്. We are the children of God even by adoption over here. ഇത് രണ്ടും നമ്മുടെ ചില പ്രത്യേകതകളെയും ഓർപ്പിക്കുന്നുണ്ട്. These are also the uniqueness of a child of God. നമുക്കറിയാം, മാതാപിതാക്കളിൽ നിന്ന് ജനിക്കുന്ന മക്കൾക്ക് അവരുടെ ചില സ്വഭാവങ്ങൾ പകർന്നു കിട്ടും. We all know that a child born from his parents, they will have the uniqueness or the specialities of the parents. അത് അവരുടെ കഴിവുകളാകാം, സ്വഭാവങ്ങളാകാം, പാരമ്പര്യപ്രകാരം പകർന്നു കിട്ടുന്നതാണ്. It might be the talents or the behavior or the attitudes from the parents, and it can be from a heritage also together. നാം ദൈവത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട് അങ്ങനെ ചില സ്വഭാവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. Because we are born of God, we have a certain behavior, attitudes, character in ആ us. സ്വഭാവത്തെ കുറിച്ച് ഇങ്ങനെയാണ് വചനം പറയുന്നത്. Those are being described in the scriptures like this. നാം അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാണ്. Oh, we are partakers of his divine behavior. ഇത് എവിടുന്ന് കിട്ടി ഈ ദിവ്യ സ്വഭാവം നമുക്ക്? Where did we get this divine behavior from? ദൈവത്തിന്റെ ചില സ്വഭാവങ്ങൾ നമ്മിലേക്ക് പകർന്നു തന്നിട്ടുണ്ട്. God has given us a few of his divine behaviors over here. നാം അന്യോന്യം സ്നേഹിക്കേണ്ടതിനെ കുറിച്ച് പറയുമ്പോൾ There we see from the scriptures, love one another. എങ്ങനെ സ്നേഹിക്കണമെന്നാണ് പറയുന്നത്? How to love one another. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ Just like Christ loved the church, we have to love one ആ another. സ്നേഹം എന്ന സ്വഭാവം നമ്മിലേക്ക് പകർന്നു തന്നിട്ടുണ്ട്. How God has given us that character or this beauty over here. അതിനെ വചനം പറയുന്നത് ദിവ്യ സ്വഭാവം എന്നാണ്. And this is described as a divine behavior. ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമ്മിൽ ദൈവം ചില ദിവ്യ സ്വഭാവങ്ങൾ തന്നിട്ടുണ്ട്. God and as his children, God has gifted us certain of his divine അത് behaviors. സ്നേഹം എന്ന ഒരു മേഖല മാത്രമല്ല, So it is not only love over here.
അത് വെളിപ്പെടേണ്ട പല മേഖലകൾ തിരുവഴുത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. This divine behavior should be manifested in many ways, and it is described in the Bible. അതുകൊണ്ടാണ് ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്. That is why we read in Philippians 2:5 like this. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. Oh, have this mind in you which was in Christ Jesus. യേശുക്രിസ്തുവിന്റെ മനസ്സ്, We have to have the mind of Christ. യേശുക്രിസ്തുവിന്റെ ക്യാരക്ടർ, അതാണ് നാം വെളിപ്പെടുത്തേണ്ടത്. We should have the character of our Lord Jesus to be revealing from our lives. എങ്ങനെ നമുക്കത് സാധിക്കും? How can we do it? അവനിൽ നിന്ന് ജനിച്ചവരായതുകൊണ്ട്. Because we are born of God. അങ്ങനെ ചില സ്വഭാവങ്ങൾ നമ്മിലേക്ക് പകർന്നു തന്നിട്ടുണ്ട്. God has given us these characters in our life. അത് മാത്രമല്ല, മറുവശം നാം ചിന്തിച്ചാലും When we look into the other side of that coin, നാം ദത്തെടുക്കപ്പെട്ടവർ എന്നുള്ള നിലയിലും മക്കളാ. we as children who are adopted, we are also children of God. ഈ ജനിച്ച മക്കളല്ലെങ്കിലും നിയമപ്രകാരം ദത്തെടുക്കപ്പെട്ടതാണെങ്കിൽ ആ പേരൻസിന്റെ സ്വത്തിന് ഇവർക്ക് അവകാശമുണ്ട്. Even though these children are not born of the parents, they are legally adopted, we have the right to the properties of the parents over there. സ്വർഗ്ഗത്തിന്റെ സകല അവകാശങ്ങളും നമുക്കുള്ളതാ. We as adopted children have the right to claim the heritage from our heavens over നമ്മൾ ഇങ്ങനെ there. തന്നെ വായിക്കുന്നുണ്ട്, സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. It is by the blessings of heaven God has blessed us, we as being the child of God. അതേക്കുറിച്ച് ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. In the epistles it is said like this. നാം ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളാണ്. We are partakers along with Christ. ദൈവത്തിനുള്ള സകലത്തിന്റെയും അവകാശിയ ഏകജാതനായ പുത്രൻ. Everything that belongs to the Father is of the Son. That is what we read in the scriptures. ആ പുത്രനുള്ള സകലത്തിന്റെയും അവകാശികളാണ് നാം. And whatever the Son has, we have the right in that participation over അത് there. എങ്ങനെ നമുക്ക് കിട്ടുന്നു? How do we receive that? നിയമപ്രകാരം തന്നെ. It is by legal law over there. എല്ലാ പ്രൊസീജറും പാലിച്ചുകൊണ്ട് നമ്മെ ദത്തെടുത്തിരിക്കുക. It is by fulfilling the complete areas of the law. God has adopted us. അതിന് വലിയ വില തന്നെ കൊടുത്തിട്ടുണ്ട്. God has given a huge price for it. അത് തന്റെ ശരീരമാ, ജീവനാ, രക്തമാ. It is by the body and blood of our Lord Jesus. അങ്ങനെ വില കൊടുത്തു തന്നെ നമ്മെ ദത്തെടുത്ത് മക്കളാക്കിയിരിക്കുക. God has given a huge price and made us his children. ഈ രണ്ട് പദവിയും അനുഭവിക്കുന്നവരാ ദൈവമക്കളായ നാം. And we do enjoy both these privileges in our life. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ആശയം, നാം ദൈവത്തിൽ നിന്ന് ജനിച്ചു ദൈവമക്കളാണ് എന്നുള്ളതാണ്. One, we understand we are born of God and we are children of God. ഞാൻ രണ്ടാമത്തെ ആ പദത്തിലേക്ക് വേഗത്തിൽ വരികയാണ്. When we come to the second area, നാം ദൈവത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട് രണ്ടാമത്തെ ആശയം പറയുന്നു, ആത്മീകമായി വളരണം. because we are born of God, we have the need to grow spiritually. ഇവിടെ രണ്ടാം അധ്യായത്തിൽ ആത്മീക വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ In chapter 2 we read about the spiritual അതിന്റെ growth. കാരണമാണ് ഒന്നാം അധ്യായം ഒടുവിൽ പറയുന്നത്. The reason to why we need to grow is mentioned in chapter 1 the end. എന്തുകൊണ്ട് നാം ആത്മീകമായി വളരണം? Why do we need to grow spiritually? ആത്മീകമായി ജനിച്ചതുകൊണ്ട്. Because we are born again. നമുക്കറിയാം, ഒരു ജീവനുള്ളതേ വളരുള്ളൂ. We all know that something which has life can only grow. ജീവനില്ലാത്ത ഒരു വസ്തു എവിടെയെങ്കിലും വെച്ചിട്ട് ചില നാളുകൾ കഴിഞ്ഞ് അത് വളരണമെന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. അത് അങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ. If we put something which is not able to grow, which does not have life, and we ask it to grow or demand it to grow, there is no point of it. എന്നാൽ ഒരു കുഞ്ഞ്, അതിനെ നമ്മൾ ഇപ്പം കണ്ട് ഒരു 2-3 വർഷം കഴിഞ്ഞ് നോക്കിയാൽ ഇപ്പോഴത്തെ അവസ്ഥയിലല്ല, അത് വളരും. We understand a baby after 2 or 3 years, we understand it matures or it grows, and we see that is the growth of the child. എന്തുകൊണ്ടാണ് വളരുന്നത്? Why does the child grow? അതിനുള്ളിൽ ജീവനുണ്ട്. Because it has life in it. എന്തുകൊണ്ടാണ് നാം ആത്മീകമായി വളരേണ്ടത്? Why do we need to grow spiritually? നമ്മിൽ ദൈവിക ജീവനുള്ളതുകൊണ്ടാണ്. Because we have the life from God. ഇതെങ്ങനെ കിട്ടി ഈ ദൈവിക ജീവൻ? How did we get this life? ദൈവത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട്. Because we are born of God. അപ്പോൾ ആത്മീയമായി വളരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? If we are not growing spiritually, what do you mean by that? വെറും ഒരു വസ്തുവാണ്. We are only an object over അകത്ത് here. ജീവനില്ലെന്ന്. We do not have life in us. എന്തുകൊണ്ട് ജീവനില്ല? Why don't we have ശരിയായ life? ഒരു ജനനം നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കണം. Because we have not been born in the right manner. അപ്പോൾ നാം രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് And when we say we are born again, കാലങ്ങൾ കഴിഞ്ഞു എന്ന് പറയാം. years may have passed. പക്ഷെ ആത്മീയ വളർച്ച നമ്മിലില്ലെങ്കിൽ And if we do not have that spiritual growth, അതിന്റെ അടയാളം എന്താ? what is the sign of it? ശരിക്ക് വീണ്ടും ജനിച്ചതാണോ എന്ന് തന്നെ
സംശയിക്കേണ്ടിയിരിക്കുന്നു. We need to doubt even the growth, or even if the person is born again over there. അപ്പൊ ആത്മീയ വളർച്ച എന്തിന്റെ അടയാളമാണ്? Spiritual growth, what does it signify? നമ്മൾ ദൈവമക്കളാണെന്നുള്ളതിന്റെ ഒരു അടയാളം കൂടാ. One, it is showing we are the children of God. നമ്മുടെ ഉള്ളിൽ തന്ന ജീവനെ കുറിച്ച് വചനം ഇങ്ങനെ പറയുന്നത്, The life that God gave in us, the scripture mentions like നമുക്കറിയാം. this. യോഹന്നാൻ 3:16 നിത്യജീവനാ തന്നിരിക്കുന്നത്. In John 3:16, it is talking about eternal life. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് സമൃദ്ധിയായ ജീവനാ തന്നിരിക്കുന്നത്. In John chapter 10, it is describing about the life in abundance over there. ഇത് ദൈവിക ജീവനാണ്. It is the life of God in us. ഇത് ഉള്ളിലുള്ളവരാണ് നാം. We are the recipients of it. അതുണ്ടെന്നുള്ളതിന്റെ മറ്റൊരു പ്രധാന തെളിവാണ് And another evidence of that life in us. ദൈവിക ത്രിത്വത്തിൽ ഒരുവനായ പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ട് എന്നുള്ളത്. And accordingly from the scriptures we understand the third person in Trinity is in our life. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും നിയന്ത്രിക്കുവാൻ He controls the every aspect or area of our life. പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ തന്നിട്ടുണ്ട്. God has gifted us the Spirit of അത് God. എപ്പം കിട്ടിയതാ? When did we receive നമ്മൾ that? വീണ്ടും ജനിച്ചപ്പോഴേ കിട്ടിയതാ. Because when we were born നാം again. രക്ഷിക്കപ്പെട്ടപ്പോഴേ ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുക. God has gifted us the Spirit of God when we were born again. അതോടൊപ്പം പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെട്ട സകല അനുഗ്രഹങ്ങളും നമുക്ക് ദൈവം തന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. And the blessings under the Holy Spirit, we understand God has gifted us these blessings in our life. അപ്പോൾ എന്തുകൊണ്ടാണ് നാം ആത്മീയമായി വളരേണ്ടത്? Why do we need to grow spiritually? ആത്മീയമായി ജനിച്ചിട്ടുള്ളതുകൊണ്ട്. Because we are born again. We are born by the Spirit of God. ഇനി രണ്ടാമത് അതിന്റെ മറുവശം, Another area we need to study. ഇവിടെ ആത്മീയമായി വളരുവാൻ എന്തു വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. Here we understand what do we need to grow spiritually. രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന് മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. Verse 2 and 3 together, we who need to grow spiritually long for the spiritual milk without guile. അപ്പോൾ ശരിയായ ആത്മീയ വളർച്ചയ്ക്ക് എന്താ വേണ്ടത്? If you have to grow spiritually, what do we need? ഇവിടെ പറയാണ് വചനം. That is what we read here. ആ We need the വചനത്തിന് word ഒരു of God. വിശേഷണം കൂടെ അവിടെ കൊടുത്തിരിക്കുക. And we have another description to that. ഒന്നാം അധ്യായത്തിൽ നമ്മൾ രണ്ട് പ്രത്യേകതകൾ കണ്ടു. In verse 1 we see two reasons. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, പുല്ല് വാടിപ്പോകും, പൂ ഉതിർന്നു പോകും. The 24 flower. 24 and 25. In chapter 1 verse 24 and 25, there we read all flesh is as grass and flesh is as grass and the grass withereth and the flower faileth. അതെല്ലാം മാറിപ്പോകും. And everything will fail away. എന്നാൽ മാറാതെ നിൽക്കുന്ന ഒന്നേ ഉള്ളൂ. What does not fade away, and that is only what we need to pay attention. നമുക്കറിയാം 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി തന്നതാണെങ്കിലും ഇന്നും ഒരു മാറ്റവും വരുത്താതെ, ഇന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ അതുപോലെ നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന വിശുദ്ധ തിരുവെഴുത്ത്. The holy book, the holy scriptures, we understand, though it has been 2000 years, nothing can be added, nothing can be altered over here. This word still remains the same, the words of God. അതുകൊണ്ട് അവിടെ പറയുന്നു ജീവനുള്ളതാണ്, നിലനിൽക്കുന്നതാണ്. It is the thing that sustains or that abideth over there. മൂന്നാമത്തെ പ്രത്യേകത ഈ രണ്ടാം അധ്യായത്തിൽ പറയുന്നു, It is the living and abideth. The second thing which we see in this chapter ഇത് 2. മായമില്ലാത്തതാ. It is without guile over there. ഇത് കുടിച്ചാൽ ഒരു ദോഷവും ഉണ്ടാകത്തില്ല. There is nothing, no problem will happen when you drink this. നമുക്കറിയാം ഇന്ന് ലോകത്തിൽ അറിവുകൾ ലഭിക്കുന്ന പല മേഖലകളുണ്ട്. There we understand there are many areas of knowledge which we can acquire by many methods. സാങ്കേതിക വിദ്യകൾ വർദ്ധിച്ച ഈ കാലഘട്ടത്തിൽ ഏതെല്ലാം മേഖലകളിലൂടെയാ നമുക്ക് അറിവ് ലഭിക്കുന്നത്? Where knowledge can be achieved or attained by many methods or areas of technology. അവിടെയൊക്കെ നല്ല അറിവുകൾ കിട്ടും എന്നത് ശരിയാണ്. We might be able to receive good knowledge from എന്നാൽ there. അവിടെ വരുന്ന മുഴുവൻ നല്ലതാണോ? But we need to understand, is that everything good from there? അവിടെ മായമുണ്ട്, There is guile over there. അവിടെ പോയിസൺ ഉണ്ട്, There is corruption over അവിടെ there. നമ്മുടെ വളർച്ചയ്ക്ക് പ്രതികൂലമായി ബാധിക്കുന്നവ പലതുണ്ട്. There are things that hinders our growth over there. അവിടെ നമ്മുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കുന്ന പലതുണ്ട്. There are things that can corrupt our spiritual life എന്നാൽ over ഈ here. വചനത്തെ കുറിച്ച് പറയുകയാണ്, But what does it say about the word of God? ഇതിനകത്ത് ഒരു കീടവുമില്ല, There is nothing corruptible in this word. ഇതിനകത്ത് ഒരു മായവുമില്ല. There is nothing guile or poisonous here. അതുകൊണ്ടാണ് ഈ വചനത്തെ കുറിച്ച് പറയുന്നത്. That is why we read about the scripture like that. വചനമെന്ന മായമില്ലാത്ത പാല്. That is why we read over here the word of God is like the spiritual milk without guile. ഇതിനോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനായിരിക്കണം? How should our attitude be towards the scripture? അതും അവിടെ പറയുന്നുണ്ട്. That is also said over here. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ. As a newborn baby, we should long for it. എന്താ അതിന്റെ അർത്ഥം? What does it mean? നമ്മളൊക്കെ ഈ പ്രായമായി വീണ്ടും ഇപ്പം ജനിച്ചൊരു ശിശുവിനെ പോലെ ആകണമെന്നാണോ അവിടെ പറയുന്നത്? Does it mean we have to go back to our old stage of life as a baby even when we are seated here? അതല്ല ഇവിടെ പറയുന്നത്. That is not what is said. എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, There we read in the book of Hebrews. നിങ്ങൾ കാലം നോക്കിയാൽ ഉപദേശം
ഉപദേഷ്ടാക്കന്മാരാകേണ്ടവരാ. By this time and age, you should be a teacher of the law. പക്ഷെ ഇപ്പോഴും ഒരു കുഞ്ഞിനെ പോലെ പാലും കുടിച്ചോണ്ടിരിക്കുക. But even today, you are drinking milk and അങ്ങനെ surviving. ഇരിക്കേണ്ടവരല്ല. That is not what the scripture പിന്നെ demands എന്താ ഇവിടെ us. പറയുന്നത്? What does it say over here? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ എന്ന് പറയുമ്പോൾ When it said over here as a newborn baby, ഒരു ശിശു ആകാനല്ല പറയുന്നത്. it is not talking about to be a baby. ആ ശിശുവിന്റെ ചിന്ത എന്തോ അത് നമ്മിലുണ്ടാകണം. We should have the curiosity or the attitude of a child in our ഒരു life. വിശപ്പ് വരുമ്പോൾ ആ കുഞ്ഞിന്റെ ചിന്ത എന്താ? What does it happen to a baby when he or she is hungry? ഇപ്പോൾ ജനിച്ച ശിശു അല്ലെ ഒരു കൊച്ചു കുഞ്ഞ് The baby who is just born over അതിന് here, വിശക്കുമ്പോ എന്ത് ചെയ്യും? what does the baby do? അത് കരയും. It will start crying. എന്തിനു വേണ്ടിയാ കരയുന്നത്? Why does the baby cry? രാവിലെ മമ്മി ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്, അതേലൊന്ന് കിട്ടിയാ കൊള്ളാമെന്ന് ആഗ്രഹിച്ചാണോ കരയുന്നത്? Is the baby crying for that appetizer or something which is cooked at home? അതിനറിയത്തില്ല. അവിടെ ദോശയുണ്ടോ മമ്മി ഉണ്ടാക്കിയിട്ടുണ്ടോ ഇതൊന്നും അതിനറിയത്തില്ല. The baby does not know anything about what is happening in the kitchen. ആ റൂമിലല്ലേ കിച്ചണിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും അതൊന്നും ആ കുഞ്ഞിനറിയത്തില്ല. The baby does not care about anything that happens in that kitchen. അതിനാകെ അറിയാവുന്നത് എന്താ? What does the baby only know? അതിന്റെ അമ്മയുടെ പാല്. Or it knows only about the mother's milk അതാ over there. മായമില്ലാത്ത പാൽ. Oh, that is one thing which is not without guile. ആ ഒരു ചിന്ത മാത്രമേ ആ കുഞ്ഞിന് വിശക്കുമ്പോഴുള്ളൂ. Oh, that attitude and that curiosity of that child is only about that. ആ ഒരു കുഞ്ഞിനെ പോലെ നാവുമാകണമെന്ന് പറഞ്ഞാൽ And when it says we have to be like this baby, നമുക്ക് ആത്മീക വിശപ്പുണ്ടാകുമ്പോൾ or when we have a spiritual thirst, ഈ ഒരു ദാഹമാ വരേണ്ടത്. or when we have a spiritual hunger and thirst, we need to have this kind of attitude. ഏത് ദാഹം? What the thirst? ആ കമ്പ്യൂട്ടർ നോക്കിയാൽ പല ഭക്ഷണവും കിട്ടിയെന്ന് വരാം. When we look at media and technology, we might get കമന്ററി different തപ്പിയ things. പല ഭക്ഷണങ്ങളും കിട്ടിയെന്ന് വരാം. We look at the comments on social media, we might receive അതല്ല everything. മനസ്സിൽ വരേണ്ടത്. We should not have those kind of things. പ്രധാനമായി ഉണ്ടാകേണ്ട വാഞ്ച എന്ന് പറയുന്നത് What kind of things we should desire for? ഈ പാല് കിട്ടണമെന്നുള്ളതാ. We should desire for the spiritual milk. ഇതാ മായമില്ലാത്ത Oh, പാൽ. this is having without any guile. മറ്റൊന്നും നോക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. I'm not saying we should not look at other things. മറ്റതൊക്കെ നോക്കുകയും കിട്ടുന്ന ആലോചനകളൊക്കെ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ We should receive things from the. I'm not saying to receive everything, but we can look into it, take opinions. അതിന് സ്വീകരിക്കുമ്പോൾ സൂക്ഷിച്ചേ സ്വീകരിക്കാമോ? But we should be aware with caution. What do we receive ചിലപ്പോൾ in? മായം കണ്ടെന്ന് വരാം. There might be corruption over there. ചിലപ്പോൾ നമ്മെ തളർത്തിക്കളയുന്ന പലതും അവിടെ കണ്ടെന്ന് വരാം. There might things that can bring to our destruction. അപ്പൊ ഈ മായമില്ലാത്ത പാലിന് വേണ്ടിയുള്ള ഒരു വാഞ്ച നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുക. We should have a zeal to have such kind of spiritual milk without guile. നമ്മൾ കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. We understand even at the Sermon on the Mount over there. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. Blessed are the poor in spirit. അതുകൊണ്ട് ദരിദ്രന്മാര് ഭാഗ്യവാന്മാരാണോ? Oh, how can a poor person be a blessed person? എന്താ വാക്യത്തിന്റെ അർത്ഥം What does എന്നറിയാമോ? it mean in that verse? ആത്മാവിൽ ദരിദ്രരെന്ന് പറഞ്ഞാൽ When the person, it said about being poor in spirit, അപ്പൊ ഞാൻ ആത്മാവിൽ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം when it means poor in spirit, എനിക്ക് തന്നെ ഒരു ദാരിദ്ര്യാവസ്ഥ ബോധ്യമായി എന്റെ ആത്മാവിൽ. it is a self-understanding. I am very poor over there in എനിക്ക് front of കിട്ടേണ്ട God. ഭക്ഷണം കിട്ടിയിട്ടില്ല. I do not have enough things that I need to grow എനിക്കത് spiritually. കിട്ടിയേ പറ്റൂ. I need to grow spiritually. ഇത് എപ്പോഴേ എനിക്ക് തോന്നുള്ളൂ. How do I know about ഈ this? ദരിദ്രാവസ്ഥ ബോധ്യമായാൽ. Or when we come to an understanding of our poverty. നമ്മളൊക്കെ ഒത്തിരി വചനം കേട്ടിട്ടുള്ളവരാ. We are people who have listened to many times the word of God. ഇപ്പം പറഞ്ഞാൽ വേണേ പ്രസംഗിക്കാനും കഴിവുള്ളവരാ. We have some of them are with great eloquence and who can അതുകൊണ്ട് preach. ദരിദ്രരാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. When we say we are poor spiritually, we are very hard to understand. പക്ഷെ അത് അംഗീകരിക്കാൻ കഴിയുന്നെങ്കിലേ നമുക്ക് ഈ പാല് കുടിക്കാനുള്ള വാഞ്ച ഉണ്ടാവും. But when we are ready to recognize we are poor spiritually, we will be only ready to then only to ready ഈ drink the വചനം എന്ന spiritual milk. മായമില്ലാത്ത പാല് കുടിച്ച് ആത്മീകമായി വളരുക. Or we have to grow as a spirit with this baby who is drinking the spiritual milk without any guile. ഞാൻ മൂന്നാമത്തെ ആശയത്തിലേക്ക് വരികയാണ്. When we come to the third terminology, അഞ്ചാമത്തെ വാക്യം verse 5, ആത്മീക ഗൃഹം എന്നാണ് അവിടെ പറയുന്നത്. there we read spiritual house. അവിടെ ആത്മീയ ഗൃഹം എന്ന് പറയുന്നത് സഭയെയാണ് സൂചിപ്പിക്കുന്നത്. There we read about spiritual house and assembly or a church. പഴയ നിയമത്തിലും ഭവനം എന്ന വാക്ക് ദൈവത്തിന്റെ ഭവനം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. In the Old Testament, there we also read about home, which is the house of God. പ്രത്യേകിച്ച് സംഖ്യാപുസ്തകത്തിലൊക്കെ അത് കാണാൻ കഴിയും. Again, we read those things in the book of Numbers. അത് ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തെ കുറിച്ച് പറയാനാണ്. It is describing about the house of Israel over അത് there. പുതിയ നിയമത്തിലും എടുത്തു പറഞ്ഞിട്ടുണ്ട്. It is again emphasized in New Testament. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിലാണ്. In the book of Hebrews chapter 3. അവിടെ മോശയെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നത്, In description towards Moses' life, മോശ
ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. Moses was faithful in the house of God. അതേതാണ് ആ ദൈവഭവനം? Which is the house of God? മോശയെ ശുശ്രൂഷയ്ക്കായി ദൈവം ആക്കി വെച്ച ദൈവഭവനം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിന്റെ കൂട്ടമാണ്. Moses was appointed to be faithful in the house of God. Where? In the house of Israel, and he was faithful. അവിടെ ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകളിൽ താൻ വിശ്വസ്തനായിരുന്നു. Oh, he was faithful over there because God appointed him and he was faithful to God. ഭവനം എന്ന് പറഞ്ഞിരിക്കുന്നത് യഹൂദ ജനത്തെ കുറിച്ചാണ്. There we read about the house of Judah or the children of God or the Israel over there. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ When we come to the New Testament, ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് the word is described. ദൈവസഭയെ It സൂചിപ്പിക്കുന്നു. is talking about the church over ഒരു here. വിശേഷണം കൂടെ ചേർത്താ പറയുന്നത്. It is described along with another word. ആത്മീക ഗൃഹം. It is a spiritual house. നമ്മൾ ചിന്തിച്ച പദങ്ങളോട് ചേർത്തൊന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. Let us compare and understand together along with the words which we study. ആത്മീകമായി ജനിച്ചവരാണ്. We are born again. ആത്മീകമായി ജനിച്ചതുകൊണ്ട് ആത്മീകമായി വളരണം. When we are born spiritually, we should grow spiritually. അടുത്ത് പറയുന്നത് എന്താ? And what is said next? ആത്മീകമായി വളരണമെങ്കിൽ When we have to grow spiritually, എവിടെ വളരണം? where do we have to grow? ആത്മീയ ഗൃഹത്തിൽ വളരണം. We have to grow in a spiritual house. എവിടെങ്കിലും വളർന്നാൽ ശരിയായ ആത്മീയ വളർച്ച ഉണ്ടാകത്തില്ല. It is not good to grow anywhere for a Christian. നമുക്കറിയാം നല്ല ഭക്ഷണമൊക്കെ കിട്ടി പേരൻസിൻ്റെ സ്നേഹമൊക്കെ കരുതലൊക്കെ അനുഭവിക്കുന്ന അങ്ങനെയുള്ള വീടുകളിൽ വളരുന്ന കുഞ്ഞുങ്ങളെ കണ്ടാൽ നമുക്കറിയാം ഏതോ നല്ല വീട്ടിലാണ് വളരുന്നതെന്ന് നമ്മൾ പറയും. We all know when we see a person or a young man who is born and raised up with the attention of the parents and in the house where it is provided food, we'll say he has been raised up in a good house. എന്നാൽ സ്ട്രീറ്റിലൂടെ ഒക്കെ നടക്കുന്ന മെലിഞ്ഞുണങ്ങിയ കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോഴേ നമ്മൾ പറയും ഓ അവർ നല്ലൊരു വീടില്ല, സ്നേഹിക്കാൻ മാതാപിതാക്കളില്ല, എവിടെയോ വളരുന്ന കുഞ്ഞുങ്ങളാണ്. But in contrast, when we see a person from the streets, we understand how he is being raised up or his childhood, how pathetic, how poor it was over there. അപ്പോൾ ശരിയായി വളരണമെങ്കിൽ എവിടെ വളരണം? If you have to grow spiritually, where do we have to grow? സ്നേഹം കിട്ടുന്നിടത്ത് വളരണം. We have to grow in the house of love. കരുതൽ കിട്ടുന്നിടത്ത് വളരണം. We have to grow in a house of caring. സുരക്ഷിതത്വം കിട്ടുന്നിടത്ത് We വളരണം. have to grow in a house of നല്ല security. ഭക്ഷണം കിട്ടുന്നിടത്ത് We വളരണം. have to grow in a house of നല്ല nourishment. വീട്ടിൽ വളരണം. We have to grow in a good house over എങ്കിലേ there. ശരിയായി വളരുകയുള്ളൂ. There we will have a good growth over there. ആത്മീയ വളർച്ചയ്ക്ക് വളരണ്ട ശരിയായ വീട് ഏതാ? For to grow spiritually, where do we need to grow? ആത്മീയ ഗൃഹത്തിലാണ്. It is only in a spiritual house. ദൈവസഭയിലാണ്. It is in the house of God. അപ്പം ദൈവസഭയിൽ നമുക്ക് ലഭിക്കുന്ന പോഷണത്തിലൂടെയാണ് ശരിയായ ആത്മീയ വളർച്ച പ്രാപിക്കേണ്ടത്. We are only able to grow in a good nourishment only when we are growing up in the house appointed by God, and that is the church. അപ്പം നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ദൈവം തന്നിരിക്കുന്ന രണ്ടാമത്തെ ഘടകമാണ് ഒരു സ്ഥലം സഭാ ബന്ധം എന്ന് പറയുന്നത്. In connection with our spiritual growth, the second area in our life God has gifted us is how we have to be with a local church in relationship. ഒന്നാമത്തേത് എന്താ? What is the first thing? മായമില്ലാത്ത പാല് തന്നിട്ടുണ്ട്, വചനം തന്നിട്ടുണ്ട്. The first thing is the word of God, which is incorruptible, which has no guile in it. രണ്ടാമത്തേത് എന്താ? What is the second thing? ഒരു നല്ല സഭാ ബന്ധം തന്നിട്ടുണ്ട്. Oh, he has given us blessings of having to grow in a spiritual church, which is under the word of God. ആത്മീയ ഗൃഹത്തെക്കുറിച്ച് പല കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. There are many things that are described over there in connection with the spiritual house. നമ്മൾ അതിനകത്ത് ജീവനുള്ള കല്ലുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. Oh, we are as living stones in it. ഇന്ന് ആ ആത്മീക ഗൃഹം പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. And there it is said it is still growing, it is still building over there. നമ്മൾ അതിനകത്ത് ആരാ? Who are we in it? നമ്മൾ ജീവനുള്ള കല്ലുകൾ. We are a living stone in അപ്പം it. നമ്മെ കൊണ്ടാണ് ഇന്ന് ആ ഗൃഹം പണിതുകൊണ്ടിരിക്കുന്നത്. It is by us we are there, houses being built over there. അവിടെ പണിയപ്പെടുന്നു എന്ന ഒരു പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. There we need to pay attention. It is being built up over there. അത് പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. It is with the current time over here. ഇന്ന് സഭ പണിയപ്പെട്ടുകൊണ്ടിരിക്കുക. It is the church being built. It is going അതിന് on. നമുക്ക് റോളുണ്ട്. And we have a particular role in that. അതിന് നമുക്ക് ചില ചുമതലകളുണ്ട്, ശുശ്രൂഷകളുണ്ട്. Oh, we have certain responsibilities in that. അവിടെ നിന്നാണ് നമുക്ക് ശരിയായി ആത്മീയമായി വളരുവാൻ കഴിയുന്നത്. Or in that place, in that time, we are able to grow spiritually. അപ്പോൾ ഈ ആത്മീയ ഗൃഹത്തിന്റെ ചുമതല എന്താ? What is the role and responsibility of the spiritual house?
നല്ല ഭക്ഷണം കൊടുക്കണം. We have to give a right nourishment to the believing community. മായമില്ലാത്ത ഭക്ഷണം കൊടുക്കേണ്ട സ്ഥലമാണ് ദൈവസഭ. We have to give proper nourishment without any corruption over there. ശരിയായ ഉപദേശ സത്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട സ്ഥലമാണ് സ്ഥലം സഭ എന്ന് പറയുന്നത്. Oh, the church is the place which gives right nourishment by teaching the right word of God, right doctrines. അവിടെയാണ് ഒരു കുഞ്ഞ് ശരിയായി ആത്മീകമായി വളരുന്നത്. Oh, there we see a baby will be growing spiritually. ഞാൻ നാലാമത്തതൂടെ വേഗത്തിൽ പറയാം. Let me say the fourth thing quickly. ഈ ആത്മീയ ഗ്രഹത്തിൽ വന്നാൽ നമുക്കുള്ള ചുമതല എന്താ? What is the responsibility once when you step inside a spiritual house? 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, It is said in verse 5, ആത്മീക യാഗം കഴിക്കുക. we have to offer up spiritual sacrifice. എന്താ ഈ ആത്മീക യാഗം? What does that mean, spiritual നമുക്കറിയാം, sacrifice? നമ്മൾ യാഗം കഴിക്കേണ്ടവരല്ല. We know we are not going to go and sacrifice പഴയ anymore. നിയമത്തിലാണ് യാഗങ്ങൾ കാണുന്നത്. We all see that in the Old എന്നാൽ Testament. യേശുക്രിസ്തുവിന്റെ യാഗത്തോടെ അതെല്ലാം തീർന്നു. By the sacrifice of our Lord Jesus, everything is പക്ഷെ over. പുതിയ നിയമം പറയാണ് But the New Testament says ആത്മീയ യാഗം കഴിക്കണം. we have to offer spiritual sacrifice. അതിനും ആത്മീക യാഗം എന്നാ പറയുന്നത്. And it is described even spiritual sacrifice. അതെന്താ ഈ ആത്മീക യാഗം? What does it mean to be a spiritual sacrifice? പുതിയ നിയമ വിശ്വാസികൾ എന്ന നിലയിൽ നാം കഴിക്കേണ്ട ആത്മീക യാഗങ്ങൾ പലതുണ്ട്. പുതിയ നിയമത്തിൽ അത് പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. We have to offer up many things in connection with our spiritual sacrifice. In the New Testament, we have several descriptions of it. എന്നാൽ അതിൽ ഒന്ന് മാത്രം ഞാൻ ഇവിടുന്ന് ഒന്ന് സൂചിപ്പിക്കാം. In the time over here, I will say one thing. ആത്മീയ ഗൃഹമായി കൂടി വന്ന് When we gather as a spiritual house, എന്തുകൊണ്ട്? why? ആത്മീകമായി ജനിച്ചതുകൊണ്ട്. Because we are born again. എന്തുകൊണ്ട്? Why? ആത്മീകമായി വളരുന്നതുകൊണ്ട്. Because we are still growing over there. ആത്മീയ ഗൃഹത്തിൽ നമ്മെ കൊണ്ടുവന്നിട്ടുള്ളതുകൊണ്ട്. Because we are brought into the spiritual house. നമ്മുടെ ചുമതല In our responsibility, ആത്മീയ യാഗം കഴിക്കുക. we have to offer spiritual sacrifice. എന്താണ് ആത്മീക യാഗം? What is it? What is a spiritual sacrifice? ഞാൻ ഒരെണ്ണം മാത്രമേ പറയുന്നുള്ളൂ. I'm going to say only one. അതിന് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരികയാണ്. Let me bring your attention to Genesis chapter 22. 22-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം മാത്രം ഒന്ന് നോക്കിയാൽ മതി. Shall we read verse 5? അത് മലയാളത്തിലാണ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നാം കാണുന്നത്. There we see in the Malayalam language it is more elaborated over there. അബ്രഹാം ഇസഹാക്കുമായി യാഗം കഴിക്കാനായിട്ട് പോകുകയാണ്. Abraham goes with Isaac to offer sacrifice. എല്ലാ ക്രമീകരണങ്ങളുമായിട്ടാണ് അബ്രഹാം പോകുന്നത്. Abraham goes with everything in order. ഇന്ന് നമ്മളോട് ചോദിക്കുക, എന്തിനാ അബ്രഹാം മോറിയ മലയിലോട്ട് പോയത്? Why Abraham went to Mount Moriah, if someone asks? എന്തിനാ പോയത്? യാഗം കഴിക്കാനാ പോയത്. They will say it is to offer sacrifice. നമുക്കതറിയാം. We all know that. പക്ഷെ അബ്രഹാമിനോട് നമുക്കൊന്ന് ചോദിക്കാം, But let us ask Abraham over എന്തിനാ here. ഈ ബദ്ധപ്പാടോടുകൂടി ഇസഹാക്കുമായിട്ട് മോറിയ മലയിലോട്ട് പോകുന്നത്? Why you, Abraham, have gone with such toil and struggle to Mount Moriah with അവരുടെ Isaac? യാത്രയിൽ ദൂരെ നിന്ന് മോറിയ മല കണ്ടു. There Abraham saw from far the Mount Moriah. അബ്രഹാം അവിടെ നിന്നു. Abraham stood there. എന്നിട്ട് കൂടെ ഉണ്ടായിരുന്ന ബാല്യക്കാരോട് പറയാണ്, And he says to his servants over there, ഇനി നിങ്ങൾ ഇവിടം വരെ വന്നാൽ മതി, ഇവിടെ നിന്നു. oh, you only need to come till here. ഇനി അങ്ങോട്ട് ഞങ്ങൾ രണ്ടുകൂടെ പോകുന്നു. And forward, both of us will go. 22-ാം അധ്യായം 5-ാം വാക്യത്തിൽ എന്താ പറയുന്നറിയാമോ? In 22 verse 5, what does it say? ഞാനും ബാലനും കൂടെ അവിടുത്തോളം പോയി. Me and this young man will go over to that. മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാ, ഞങ്ങൾ അവിടുത്തോളം പോയി ആരാധന കഴിച്ചു മടങ്ങി വരാം. And we will worship and come again to you. അപ്പൊ എന്തിനാ പോകുന്നതെന്നാ അബ്രഹാം പറയുന്നത്? Why is Abraham saying we will നമ്മൾ go? പറയും യാഗം കഴിക്കാൻ പോവാന്ന്. We will say Abraham is going to പക്ഷെ sacrifice. അബ്രഹാം പറയാണ്, Abraham is saying, ഞങ്ങൾ ആരാധന കഴിക്കാൻ പോകുകയാ. oh, we are going there to worship. അപ്പൊ ആ ആരാധന എന്താ? What does that worship mean? അല്ലെങ്കിൽ ആ യാഗം എന്താ? What is that sacrifice? ആരാധനയാ. Means it's worship. അങ്ങനെയാണെങ്കിൽ ഈ വേദഭാഗത്തേക്ക് നമുക്കൊന്ന് വരാം. Let us compare from here. നാം ആത്മീക ഗൃഹമായി കൂടി വന്ന് When we come as a spiritual house, ആത്മീക യാഗം കഴിക്കണം we have to come and offer spiritual എന്ന് sacrifice. പറഞ്ഞാൽ അതിന്റെ അർത്ഥം What does it mean? ദൈവത്തെ ആരാധിക്കുക. It means to worship. ഇന്ന് നാം കൂടി വന്ന് ദൈവത്തെ ആരാധിച്ചു. We come here and we worship God അവിടെ today. ആരാധിക്കുക എന്നുള്ളതല്ല ഞാൻ ഇന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. I'm not here to describe more about the worship aspect over അവിടെ here. പറയുന്ന മറ്റൊരു പ്രയോഗം കൂടെ ശ്രദ്ധിച്ചേ. We need to pay attention to another thing over here. 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, 1 Peter 2 and verse 5. ആത്മീയ ഗൃഹമായിട്ട് കൂടി വന്ന്
gather together as a spiritual ആത്മീക sacrifice. യാഗം കഴിക്കണമെന്നല്ല പറയുന്നത്. It is not to offer spiritual sacrifice. പിന്നെ എന്താ അവിടെ പറയുന്നത്? What does it say? ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിക്കണം. It is to offer up spiritual sacrifice acceptable to God. അപ്പൊ നമ്മുടെ ചുമതല എന്താ? What is our responsibility? എങ്ങനെയും വന്ന് ആരാധിച്ചു പോവുക എന്നുള്ളതല്ല. It is not anything about coming casually, come and worship and go. എങ്ങനെയെങ്കിലും ഒരു യാഗം കഴിക്കുക എന്നുള്ളതല്ല. It is not by casual means to come and do a sacrifice. ഇതാണ് ആത്മീകമായി ജനിച്ചവരുടെ ലക്ഷണം. Oh, this is a specific demand over here. What is it to sacrifice over ഇതാണ് here? ആത്മീക വളർച്ചയുടെ ലക്ഷണം. Oh, this is what means to grow spiritually. ഇതാണ് ആത്മീക ഗ്രഹത്തിന്റെ Oh, ഉത്തരവാദിത്വം. this is the responsibility of a spiritual house. എന്താ ഉത്തരവാദിത്വം? What is it? ആരാധനയിലൂടെ ദൈവത്തിന് പ്രസാദകരമായ വഴിപാടർപ്പിക്കുക. Or to offer a spiritual sacrifice in worship acceptable to God. നമ്മുടെ കൂടിവരവുകളാകട്ടെ, In our gatherings, നമ്മുടെ ആരാധനയാകട്ടെ, in our worship, നമ്മുടെ ശുശ്രൂഷകളാകട്ടെ, in our ministries, ഇതെല്ലാം ദൈവത്തിന് പ്രസാദകരമായിരിക്കും. in everything, remember, it should be അത് acceptable to ദൈവത്തിന് God. പ്രസാദകരമാകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. And in order for God, it to be acceptable to God, we need to pay attention to many things. നമുക്കറിയാം, ഏറ്റവും ആദ്യം നടന്ന യാഗത്തെ മാത്രം ഞാനൊന്ന് സൂചിപ്പിച്ച് വേഗം നിർത്താം. Let me talk about the first sacrifice and then conclude. കയീനും ഹാബീലുവാ. In the connection with Cain and അതിൽ Abel. കയീൻ യാഗം അർപ്പിച്ചു, പക്ഷേ ദൈവം പ്രസാദിച്ചില്ല. Cain offered a sacrifice, but God was not pleased with ഹാബേൽ it. അർപ്പിച്ചു, ദൈവം പ്രസാദിച്ചു. Abel offered and he was happy over there. എന്തുകൊണ്ട്? Why was അതിന്റെ it? പിന്നിൽ ചില കാര്യങ്ങൾ There കാണാം. are certain things over there. ആരാധിക്കാൻ പോകുന്നതിന് മുമ്പ്, വഴിപാട് അർപ്പിക്കുന്നതിന് മുമ്പ് അതിനു വേണ്ട ഒരുക്കങ്ങൾ നടത്തിയാണ് ഹാബേൽ പോയത്. We see Abel prepared himself to go and offer that sacrifice, and that is why God was pleased with Abel. തൻ്റെ എന്താണോ തനിക്കുള്ളത് അതിൻ്റെ ഇടയ്ക്ക് ചെന്ന്, അല്ലെങ്കിൽ ആട്ടിൻകൂട്ടത്തിലോട്ട് ചെന്ന്, Whatever Abel had, he went into the midst of it, into the sheepfold. കിട്ടിയ ഒരെണ്ണത്തിനെ കൊണ്ടങ്ങ് അർപ്പിക്കായിരുന്നില്ല. It was not a casual plucking out of a random. അതിനകത്ത് മുഴുവൻ തപ്പി നടന്നു. He walked over there and was looking over. കടിഞ്ഞൂലുകൾ എവിടുണ്ട്? He was looking for those with problems over there. അതിൽ തന്നെ ഏറ്റവും മേധസ്സുള്ള നല്ലത് എവിടുണ്ട്? And he was looking for specifically to pluck out only the best over there. അത് തെരഞ്ഞെടുത്താ കൊണ്ട് അർപ്പിച്ച്. And he was coming, taking the best first ഒരു legs. പ്രിപ്പറേഷൻ അതിന്റെ പിന്നിലുണ്ടായിരുന്നു. Oh, there we see in chapter 4 verse 4, there was a preparation. ഏത് ശുശ്രൂഷയ്ക്കും ആവശ്യം. And that we see it needs for every service. നമ്മുടെ ആരാധനയും ദൈവത്തിന് പ്രസാദകരമാകണമെങ്കിൽ അതിനു പിന്നിൽ ഒരു ഒരുക്കമുണ്ടായിരിക്കും. Oh, if in order for God to accept our worship, in order to be acceptable to God, we need a greater നമ്മെ preparation. തന്നെ ഒരുക്കണം. We should prepare ourselves. പരസ്പര ബന്ധങ്ങളുടെ കാര്യത്തിൽ ഒരു ഒരുക്കം വേണം. Oh, we should have a fellowship together correctly. വചനത്തിന് മുമ്പിൽ ഇരുന്ന് ഒരുക്കം വേണം. Oh, we should prepare with word of God. അവിടെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ആരാധന അർപ്പിക്കാൻ കഴിയുന്നത്. Oh, there we are offering up acceptable offerings and worship to God. പറഞ്ഞ സമയമായി, അതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. Let me conclude over here. ആത്മീകമായി ജനിച്ചവർ The people who are spiritually born, ആത്മീകമായി വളരണം. they have to grow spiritually. വളരണമെങ്കിൽ In order to ആത്മീയ grow, ഗ്രഹത്തിലുണ്ടായിരിക്കും. or they have to be in a fellowship with the spiritual ആത്മീയ house. ഗ്രഹത്തിൽ നമ്മുടെ ചുമതല In the spiritual house, our ആത്മീക യാഗം responsibility. കഴിച്ച് ദൈവത്തെ We have to പ്രസാദിപ്പിക്കും. offer spiritual sacrifice and worship God. ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ആത്മീകമായി വളരുവാനും ദൈവത്തെ പ്രസാദിപ്പിക്കാനും ദൈവം നമ്മെ സഹായിക്കും. In order for us to grow spiritually and according to the will of God, let us grow. May the Lord help us. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. May God's name be glorified.